ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇംഗ്ലീഷ് എക്സ്പ്ലോറർ. അങ്ങനെ നമ്മുടെ 30-30 ചാലഞ്ചിലെ ഡേ 6 നമ്മളിന്ന് നിൽക്കുന്നത്. സോ നമുക്ക് നമ്മുടെ ഇന്നത്തെ അതായത് ഡേ 6 30 ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. സോ അതിനു മുന്നേ ഡേ 6 ആയിട്ട് ഞാൻ വിചാരിച്ചു നമുക്കൊരു ടോപ്പിക് റിലേറ്റഡ് ആയിട്ടുള്ള GK ക്വസ്റ്റ്യൻസ് ചെയ്യാമെന്ന്. ഇത്രയും ദിവസം 5 ഡേയ്സും നമ്മൾ ജനറലായിട്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലെ, കുറച്ച് കേരളത്തിലെ ഇന്ത്യയിലൊക്കെ അങ്ങനെ മിക്സ് ആയിട്ടുള്ള രീതിയിലായിരുന്നു GK ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്ന് ഡേ 6 ആയിട്ട് നമുക്കൊരു ടോപ്പിക് എടുത്തിട്ട് ആ ടോപ്പിക് റിലേറ്റഡ് ആയിട്ടുള്ള GK ക്വസ്റ്റ്യൻസ് ചെയ്യാമെന്ന് വിചാരിച്ചു. സോ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ഡ്രഗ്സ് ആണ്. സോ ഡ്രഗ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ജനറലി എല്ലാവർക്കും പഠിക്കേണ്ട അറിഞ്ഞിരിക്കേണ്ട ഒരു ജനറൽ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. സോ അത് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ പൊതുവെ ഈ ഡ്രഗ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഗവൺമെൻറ് സ്കീംസ്, അവയർനെസ് സ്കീംസൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ, അതുപോലെ നിയമങ്ങളും ആർട്ടിക്കിളുകളും ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളുമാണ് നമ്മൾ ജനറലായിട്ട് ഈ ഒരു ടോപ്പിക്കിലൂടെ, ഡ്രഗ്സ് എന്ന ടോപ്പിക്കിലൂടെ 30 ക്വസ്റ്റ്യൻസ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ നിങ്ങൾ ഈ വീഡിയോ ഫുള്ള് കാണുക. നിങ്ങളെൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും, ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്തിടും. സോ നമ്മുടെ ഈ 30-30 ചാലഞ്ചിൽ 30 ഡേയ്സ് ആകുമ്പോഴേക്കും നമുക്ക് കുറേ GK ക്വസ്റ്റ്യൻസ് കിട്ടും. സോ അതൊന്നും മിസ് ചെയ്യരുത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പോൾ തന്നെ പോയി സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നിങ്ങൾ ഈ വീഡിയോസ് എല്ലാം കണ്ടിട്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും അതുപോലെ കമൻറ്റും ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ ഈ വീഡിയോസ് കണ്ടിട്ട് യൂസ്ഫുള്ളായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ. കാരണം ഇതൊരു GK ടോപ്പിക് ആയത് കാരണം ഡെഫിനറ്റ്ലി എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും ഈ ഒരു വീഡിയോ. സോ എന്തായാലും ഷെയർ ചെയ്ത് കൊടുക്കണേ. സോ നമുക്ക് നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡേ 6 നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഐക്യരാഷ്ട്രസഭ UN ഏത് വർഷം മുതലാണ് ജൂൺ 26 ലോക ലഹരി വിരുദ്ധ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത്? ഏത് വർഷം തൊട്ടാണ്? 1987 ഡിസംബർ 7 തൊട്ടിട്ടാണ് UN ജൂൺ 26 ലോക ലഹരി വിരുദ്ധ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ക്ലിയർ ആയല്ലോ. ഏത് വർഷം മുതലാണ് UN ജൂൺ 26 ലോക ലഹരി വിരുദ്ധ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത് എന്നായിരുന്നു ചോദ്യം. എന്ന് തൊട്ടാണ്? 7 ഡിസംബർ 1987 തൊട്ടിട്ടാണ് ജൂൺ 26 ലോക ലഹരി വിരുദ്ധ ദിനമായി UN ആചരിക്കാൻ തീരുമാനിച്ചത്. ഓക്കെ, സോ സെക്കൻഡ് ക്വസ്റ്റ്യൻ, കേരളത്തിൽ മദ്യനിരോധനം എടുത്തു കളഞ്ഞ വർഷം ഏത്? കേരളത്തിൽ മദ്യനിരോധനം എടുത്തു കളഞ്ഞ വർഷം ഏത് എന്നാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. ആൻസർ 1967. 1967 കേരളത്തിൽ മദ്യനിരോധനം എടുത്തു കളഞ്ഞ വർഷം. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ, ലോകത്ത് ഏറ്റവും കൂടുതൽ പുകയില ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം? ലോകത്ത് ഏറ്റവും കൂടുതൽ പുകയില ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ചൈനയാണ്. ഓക്കെ, ചൈനയിലാണ് ഏറ്റവും കൂടുതൽ പുകയില ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം. ഫോർത്ത് ക്വസ്റ്റ്യൻ, വിമുക്തി രൂപീകരണം മുതൽ മദ്യനിരോധനം ഉള്ള ഇന്ത്യയിലെ ഏക സംസ്ഥാനം? വിമുക്തി വന്നതോടുകൂടി മദ്യനിരോധനം ഉള്ള ഇന്ത്യയിലെ ഏക സംസ്ഥാനം ഗുജറാത്താണ്. ഓക്കെ, വിമുക്തി രൂപീകരണം മുതൽ മദ്യനിരോധനം ഉള്ള ഇന്ത്യയിലെ ഏക സംസ്ഥാനം ഗുജറാത്ത് ആണ്. ഓക്കെ, ഈ ഫസ്റ്റ് 4 ക്വസ്റ്റ്യൻസ് ക്ലിയർ ആയല്ലോ. കേരളത്തിൽ മദ്യനിരോധനം എടുത്തു കളഞ്ഞ വർഷം 1967 ആണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ പുകയില ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ചൈനയാണ്. വിമുക്തി വന്നതോടുകൂടി മദ്യനിരോധനമുള്ള ഇന്ത്യയിലെ ഏക സംസ്ഥാനം ഗുജറാത്താണ്. ഓക്കെ, ക്ലിയർ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മദ്യത്തിൻ്റെയും മറ്റു ലഹരി വസ്തുക്കളുടെയും നിരോധനത്തെ പറ്റി പ്രതിപാദിക്കുന്ന ഭരണഘടനയിലെ വകുപ്പ് ഏത്? ആർട്ടിക്കിൾ 47 ആണ് മദ്യത്തിൻ്റെയും മറ്റു ലഹരി വസ്തുക്കളുടെയും നിരോധനത്തെ പറ്റി പ്രതിപാദിക്കുന്ന ഭരണഘടനയിലെ വകുപ്പ്. ക്ലിയർ ആണല്ലോ? ആർട്ടിക്കിൾ 47 മറക്കരുത്. ആർട്ടിക്കിൾ 47 ആണ് മദ്യത്തിൻ്റെയും മറ്റു ലഹരി വസ്തുക്കളുടെയും നിരോധനത്തെ പറ്റി പ്രതിപാദിക്കുന്ന ഭരണഘടനയിലെ വകുപ്പ്. സിക്സ്ത് ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യത്തെ പുകയില വിമുക്ത നഗരം ഏത്? ഇന്ത്യയിലെ ആദ്യത്തെ പുകയില വിമുക്ത നഗരം ചണ്ഡീഗഡ് ആണ്. ഓക്കെ, ഇന്ത്യയിലെ ആദ്യത്തെ പുകയില വിമുക്ത നഗരം ചണ്ഡീഗഡ് ആണ്. സെവൻത് ക്വസ്റ്റ്യൻ, വിമുക്തി പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ ആരാണ്? വിമുക്തി പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ സച്ചിൻ ടെണ്ടുൽക്കർ ആണ്.
ഓക്കെ, സച്ചിൻ ടെണ്ടുൽക്കറാണ് വിമുക്തി പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ. ക്ലിയർ? 8th ക്വസ്റ്റ്യൻ, ലോകത്തിലെ ആദ്യ പുകയില വിമുക്ത രാജ്യം ഏത്? ലോകത്തിലെ ആദ്യ പുകയില വിമുക്ത രാജ്യം ഭൂട്ടാൻ ആണ്. ഓക്കെ, ലോകത്തിലെ ആദ്യ പുകയില വിമുക്ത രാജ്യം ഭൂട്ടാൻ ആണ്. നമ്മളിവിടെ കണ്ടത് ഇന്ത്യയിലെ ആദ്യത്തെ പുകയില വിമുക്ത നഗരമാണ്. ഇവിടെ ലോകത്തിലെ ആദ്യ പുകയില വിമുക്ത രാജ്യം ഭൂട്ടാനാണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ ഇത്രയും? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 9th വൺ, ഇന്ത്യയിലെ ആദ്യ പുകയില വിമുക്ത ഗ്രാമം. ഇന്ത്യയിലെ ആദ്യ പുകയില വിമുക്ത ഗ്രാമം നാഗാലാൻഡിലെ ഗരിഫമയാണ് ഇന്ത്യയിലെ ആദ്യ പുകയില വിമുക്ത ഗ്രാമം. ഓക്കെ, നാഗാലാൻഡിലെ ഗരിഫമയാണ് ഇന്ത്യയിലെ ആദ്യ പുകയില വിമുക്ത ഗ്രാമമായിട്ട് അറിയപ്പെടുന്നത്. 10th ക്വസ്റ്റ്യൻ, കേരളത്തിലെ ആദ്യ പുകയില വിമുക്ത പഞ്ചായത്ത് ഏത്? കേരളത്തിലെ ആദ്യ പുകയില വിമുക്ത പഞ്ചായത്താണ് ഇടുക്കി ജില്ലയിലെ കാഞ്ചിയാർ. ഓക്കെ, കേരളത്തിലെ ആദ്യ പുകയില വിമുക്ത പഞ്ചായത്ത് ഇടുക്കി ജില്ലയിലെ കാഞ്ചിയാർ ആണ്. ക്ലിയർ ആയല്ലോ 10th ക്വസ്റ്റ്യൻ വരെ? ഇനി നമുക്ക് 11th ക്വസ്റ്റ്യൻ നോക്കാം. കേരളത്തിലെ ആദ്യ പുകയില പരസ്യ വിമുക്ത ജില്ല തിരുവനന്തപുരം. കേരളത്തിലെ ആദ്യ പുകയില പരസ്യ വിമുക്ത ജില്ല ഏതാണ്? തിരുവനന്തപുരമാണ് കേരളത്തിലെ ആദ്യ പുകയില പരസ്യ വിമുക്ത ജില്ല ആയിട്ട് കണക്കാക്കുന്നത്. 12th ക്വസ്റ്റ്യൻ, കേരളത്തിലെ ആദ്യ വനിതാ എക്സൈസ് ഇൻസ്പെക്ടർ ആര്? കേരളത്തിലെ ആദ്യ വനിതാ എക്സൈസ് ഇൻസ്പെക്ടർ ഒ സജിതയാണ്. ഓക്കെ, കേരളത്തിലെ ആദ്യ വനിതാ എക്സൈസ് ഇൻസ്പെക്ടർ ആര് എന്നായിരുന്നു ചോദ്യം. ആരാണ്? ഒ സജിതയാണ് ഉത്തരം. 13th ക്വസ്റ്റ്യൻ, ഏത് രാജ്യത്ത് നിന്നാണ് ആൽക്കഹോൾ എന്ന പദം ഉദ്ഭവിച്ചത്? ഏത് രാജ്യത്ത് നിന്നാണ് ആൽക്കഹോൾ എന്ന പദം ഉദ്ഭവിച്ചത്? ഏത് രാജ്യത്ത് നിന്നാണ്? അറേബ്യയിൽ നിന്നാണ് ആൽക്കഹോൾ എന്ന പദം ഉദ്ഭവിച്ചിട്ടുള്ളത്. ഓക്കെ, ഇത്രയും ക്വസ്റ്റ്യൻസ് ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 14th വൺ, മദ്യത്തിനും മയക്കുമരുന്നിനും എതിരെയുള്ള കേരള സർക്കാരിൻ്റെ ബോധവൽക്കരണ പരിപാടിയുടെ പേര് എന്താണ്? വിമുക്തി. അല്ലേ, നിങ്ങളിത് ഓൾറെഡി കേട്ടിട്ടുണ്ടായിരിക്കും. മദ്യത്തിനും മയക്കുമരുന്നിനും എതിരെയുള്ള കേരള സർക്കാരിൻ്റെ ബോധവൽക്കരണ പരിപാടിയാണ് ഏത്? വിമുക്തി. ഓക്കെ, ക്ലിയർ ആണല്ലോ? 15th ക്വസ്റ്റ്യൻ, പുകയിലയുടെ ഉപയോഗം മൂലം ഉണ്ടാകുന്ന മാരക രോഗം ഏത്? പുകയിലയുടെ ഉപയോഗം മൂലം ഉണ്ടാകുന്ന മാരക രോഗമാണ് ശ്വാസകോശ ക്യാൻസർ. ഓക്കെ, പുകയിലയുടെ ഉപയോഗം മൂലം ഉണ്ടാകുന്ന മാരക രോഗം ശ്വാസകോശ ക്യാൻസറാണ്. 16th ക്വസ്റ്റ്യൻ, നിക്കോട്ടീൻ ഏത് ഗ്രന്ഥിയെയാണ് ബാധിക്കുന്നത്? നിക്കോട്ടീൻ ഏത് ഗ്രന്ഥിയെയാണ് ബാധിക്കുന്നത്? ഏത് ഗ്രന്ഥിയാണ്? അഡ്രീനൽ ഗ്രന്ഥിയാണ് നിക്കോട്ടീൻ ബാധിക്കുന്നത്. ഓക്കെ, 17th ക്വസ്റ്റ്യൻ, മദ്യദുരന്തങ്ങൾക്ക് കാരണമാവുന്നത് എന്താണ്? മദ്യദുരന്തങ്ങൾക്ക് കാരണമാവുന്നത് എന്താണ് എന്നാണ് 17th ക്വസ്റ്റ്യൻ. ആൻസർ എന്താണ്? മെത്തനോൾ ആണ് മദ്യദുരന്തങ്ങൾക്ക് കാരണമാകുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? 14, 15, 16, 17 ഈ 4 ക്വസ്റ്റ്യനും ക്ലിയർ ആണല്ലോ? വിമുക്തിയാണ് കേരള സർക്കാരിൻ്റെ മദ്യത്തിനും മയക്കുമരുന്നിനും എതിരെയുള്ള ബോധവൽക്കരണ പരിപാടി. അതുപോലെ തന്നെ നെക്സ്റ്റ് വൺ, പുകയിലയുടെ ഉപയോഗം മൂലമുണ്ടാകുന്ന മാരക രോഗം ശ്വാസകോശ ക്യാൻസറാണ്. നിക്കോട്ടീൻ ഏത് ഗ്രന്ഥിയെയാണ് ബാധിക്കുന്നത്? അഡ്രീനൽ ഗ്രന്ഥിനെയാണ് നിക്കോട്ടീൻ ബാധിക്കുന്നത്. മദ്യദുരന്തങ്ങൾക്ക് കാരണമാവുന്നത് എന്താണെന്നാണ് ചോദ്യം. ആൻസർ എന്തായിരുന്നു? മെത്തനോൾ ആണ് മദ്യദുരന്തങ്ങൾക്ക് കാരണമാവുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? മെത്തനോളിനെ തന്നെയാണ് മീഥൈൽ ആൽക്കഹോൾ എന്ന് പറയുന്നത്. ഓക്കെ, 17 ക്വസ്റ്റ്യൻ വരെ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 18th വൺ, ആൽക്കഹോൾ എന്ന പദം ഉണ്ടായത് ഏത് വാക്കിൽ നിന്നാണ്? ഓക്കെ, 18th ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ആൽക്കഹോൾ എന്ന പദം ഉണ്ടായത് ഏത് വാക്കിൽ നിന്നാണ്? അൽ കുഹൂൽ എന്ന പദത്തിൽ നിന്നാണ് ആൽക്കഹോൾ ഉണ്ടായത്. അല്ലേ, ആൽക്കഹോൾ എവിടെ നിന്ന് വന്നു എന്നുള്ളത് നമ്മൾ കണ്ടു. എവിടെ നിന്നായിരുന്നു? അറേബ്യയിൽ നിന്നായിരുന്നു. സോ അറേബ്യയിൽ നിന്ന് ഏത് വാക്കിൽ നിന്നാണ് ആൽക്കഹോൾ ഉദ്ഭവിച്ചത് അല്ലെങ്കിൽ ഉണ്ടായത് എന്നാണ് പറയുന്നത്. ഏത് വാക്കിൽ നിന്നാണ്? അൽ കുഹൂൽ എന്ന് പറഞ്ഞിട്ടുള്ള വാക്കിൽ നിന്നാണ് ആൽക്കഹോൾ എന്ന പദം ഉണ്ടായത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പഞ്ചശീലങ്ങളിൽ ഒന്നായ മദ്യപാനം ചെയ്യരുത് എന്ന സന്ദേശം നൽകിയതാര്? ഓക്കെ, പഞ്ചശീലങ്ങളിൽ ഒന്നായ മദ്യപാനം ചെയ്യരുത് എന്ന സന്ദേശം നൽകിയത് ശ്രീബുദ്ധൻ ആണ്.
ഓക്കെ, ക്ലിയർ ആയല്ലോ. പഞ്ചശീലങ്ങളിലൊന്നായ മദ്യപാനം ചെയ്യരുത് എന്ന സന്ദേശം നൽകിയത് ശ്രീബുദ്ധൻ ആണ്. 20th ക്വസ്റ്റ്യൻ, കൊലയാളിമരുന്ന് എന്നറിയപ്പെടുന്ന മയക്കുമരുന്ന് ഏത്? കൊലയാളിമരുന്ന് എന്നറിയപ്പെടുന്ന മയക്കുമരുന്ന് ഏത് എന്നാണ് ചോദ്യം. ഏതാണ്? ബ്രൗൺ ഷുഗർ ആണ് കൊലയാളി മരുന്ന് എന്നറിയപ്പെടുന്നത്. ഓക്കെ, ബ്രൗൺ ഷുഗർ ആണ് കൊലയാളി മരുന്ന് എന്നറിയപ്പെടുന്ന മയക്കുമരുന്ന്. ക്ലിയർ. 21st ക്വസ്റ്റ്യൻ, ലഹരി വസ്തുക്കളുടെ വ്യാപനം നിയന്ത്രിക്കാൻ NDPS ആക്ട് നിലവിൽ വന്ന വർഷം ഏത്? ലഹരി വസ്തുക്കളുടെ വ്യാപനം നിയന്ത്രിക്കാൻ NDPS ആക്ട് നിലവിൽ വന്ന വർഷം 1987, 1985 ലഹരി വസ്തുക്കളുടെ വ്യാപനം നിയന്ത്രിക്കാൻ NDPS ആക്ട് നിലവിൽ വന്ന വർഷം. ഓക്കെ, ക്ലിയർ ആയല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 22nd ക്വസ്റ്റ്യൻ, മദ്യത്തിൽ ഒളിഞ്ഞിരിക്കുന്ന ദുർഭൂതമേ നിന്നെ വിളിക്കാൻ മറ്റു പേരുകളില്ലെങ്കിൽ ഞാൻ നിന്നെ ചെകുത്താനെന്ന് വിളിക്കും. ആരുടെ വാക്കുകൾ? ഈ പറഞ്ഞിരിക്കുന്ന കൊട്ടേഷൻ ആരുടേതാണെന്നാണ് ചോദ്യം. ആരുടേതാണ്? വില്യം ഷേക്സ്പിയറിൻ്റെ കൊട്ടേഷനാണ്. മദ്യത്തിൽ ഒളിഞ്ഞിരിക്കുന്ന ദുർഭൂതമേ നിന്നെ വിളിക്കാൻ മറ്റു പേരുകളില്ലെങ്കിൽ ഞാൻ നിന്നെ ചെകുത്താൻ എന്ന് വിളിക്കും എന്ന് പറഞ്ഞത് വില്യം ഷേക്സ്പിയർ ആണ്. ഓക്കെ, 23rd ക്വസ്റ്റ്യൻ, ഇന്ത്യക്കാരിൽ കൂടുതലും വായിൽ ക്യാൻസർ വരാനുള്ള കാരണമായി പറയുന്നത്? ഇന്ത്യക്കാരിൽ കൂടുതലും വായിൽ ക്യാൻസർ വരാനുള്ള കാരണമായി പറയപ്പെടുന്നത് വെറ്റിലമുറുക്കാണ്. ഓക്കെ, ഇന്ത്യക്കാരിൽ കൂടുതലും വായിൽ ക്യാൻസർ വരാനുള്ള കാരണമായി പറയുന്നത് വെറ്റിലമുറുക്കാണ്. ഓക്കെ, ക്ലിയർ. 24th ക്വസ്റ്റ്യൻ, വൈദേശിക ആധിപത്യത്തിനും അടിമത്തത്തിനും എതിരെ നാം വിജയത്തിലെത്തിച്ച പോരാട്ടം ലഹരി എന്ന ഭീകരതയ്ക്കെതിരെ നടത്തേണ്ട സമയമാണിത്. ഇത് പറഞ്ഞ മഹാൻ ആര്? അതായത് ഇതൊരു കൊട്ടേഷനാണ്. ഈ കൊട്ടേഷൻ പറഞ്ഞത് ആര് എന്നാണ് ചോദ്യം. ആരാണ്? മഹാത്മാഗാന്ധി പറഞ്ഞ ഒരു കൊട്ടേഷനാണ്. എന്തായിരുന്നു? വൈദേശിക ആധിപത്യത്തിനും അടിമത്തത്തിനും എതിരെ നാം വിജയത്തിലെത്തിച്ച പോരാട്ടം ലഹരി എന്ന ഭീകരതയ്ക്കെതിരെ നടത്തേണ്ട സമയമാണിത് എന്ന് പറഞ്ഞത് ആരാണ്? മഹാത്മാഗാന്ധിയാണ്. ഓക്കെ, ഇത് ആരുടെ കൊട്ടേഷനാണ് എന്നാണ് ചോദ്യം. ആരുടേതാണ്? മഹാത്മാഗാന്ധിയുടെ കൊട്ടേഷനാണ്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 25th വൺ, വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നിന്ന് കോപ്റ്റ നിയമപ്രകാരം എത്ര ദൂരപരിധിക്കുള്ളിലാണ് പുകയില ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന നിരോധിച്ചിട്ടുള്ളത്? അതായത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നും എത്ര അകലം പിന്നിട്ടിട്ടാണ് നമുക്ക് പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ പറ്റുള്ളൂ എന്നുള്ളതായിരുന്നു ചോദ്യം. എത്ര ദൂരമാണ്? 100 വാരം അകലെ. ഈ ഒരു ഡിസ്റ്റൻസിലാണ് നമുക്ക് പുകയില ഉൽപ്പന്നങ്ങളിൽ സ്കൂളോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് ഇത്രയും ദൂരം മാറിയിട്ടാണ് ഇതെല്ലാം വിൽക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് പറയുന്നത്. ഒന്നും കൂടെ നോക്കാം. വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നിന്ന് എത്ര ദൂരപരിധിക്കുള്ളിലാണ് പുകയില ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന നിരോധിച്ചിട്ടുള്ളത്? എത്ര ദൂരമാണ്? 100 വാരാണ്. ഓക്കെ, ക്ലിയർ. 26th ക്വസ്റ്റ്യൻ, അമിത മദ്യപാനം ശരീരത്തിലെ ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത്? ഏത് അവയവത്തെയാണ് മദ്യപാനം ബാധിക്കുന്നത്? കരളിനെയാണ് അമിത മദ്യപാനം ബാധിക്കുന്ന ശരീരത്തിലെ അവയവം. ഏതാണ്? കരളാണ്. ഓക്കെ, 27th വൺ, കണ്ണൂർ ജില്ലയിലെ വിമുക്തി ലഹരി വിമോചന കേന്ദ്രം ഏത്? കണ്ണൂർ ജില്ലയിലെ വിമുക്തി ലഹരി വിമോചന കേന്ദ്രം ഏത് എന്നാണ് ചോദ്യം. ഏതാണ്? പയ്യന്നൂർ താലൂക്ക് ആശുപത്രിയാണ് കണ്ണൂർ ജില്ലയിലെ വിമുക്തി ലഹരി വിമോചന കേന്ദ്രം. ഓക്കെ, ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 28ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. പുകയില ഇന്ത്യയിൽ കൊണ്ടുവന്നത് ഏത് രാജ്യക്കാരാണ്? പുകയില ഇന്ത്യയിൽ കൊണ്ടുവന്നത് പോർച്ചുഗീസുകാരാണ്. ഓക്കെ, പുകയില ഇന്ത്യയിൽ കൊണ്ടുവന്നത് ഏത് രാജ്യക്കാരാണെന്നാണ് ചോദ്യം. ഏത് രാജ്യക്കാരാണ്? പോർച്ചുഗീസുകാരാണ് പുകയില ഇന്ത്യയിൽ കൊണ്ടുവന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് 29th ക്വസ്റ്റ്യൻ, പുകയിലയിൽ അടങ്ങിയ മാരക വിഷവസ്തുവായ നിക്കോട്ടീൻ ഏത് ഗ്രന്ഥിയെയാണ് ബാധിക്കുന്നത്? അഡ്രീനൽ ഗ്രന്ഥിയെയാണ് പുകയിലയിൽ അടങ്ങിയിട്ടുള്ള മാരക വിഷമായ നിക്കോട്ടീൻ ബാധിക്കുന്നത്. ഓക്കെ, അഡ്രീനൽ ഗ്രന്ഥിയെയാണ്. നെക്സ്റ്റ് 30th ക്വസ്റ്റ്യൻ, ഗഞ്ച സൈക്കോസിസ് എന്ന രോഗത്തിന് കാരണമാകുന്ന മയക്കുമരുന്ന് ഏത്? ഗഞ്ച സൈക്കോസിസ് എന്ന രോഗത്തിന് കാരണമാകുന്നത് കഞ്ചാവാണ്. ഓക്കെ, ഗഞ്ച സൈക്കോസിസ് എന്ന രോഗത്തിന് കാരണമാകുന്നത് മയക്കുമരുന്ന്
ഏതാണെന്നാണ് ചോദ്യം. ഏതാണ്? കഞ്ചാവാണ്. ഓക്കെ. സോ നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കായിട്ടുള്ള ഡ്രഗ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള 30 ക്വസ്റ്റ്യൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. സോ ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോ ഡേ 7 നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.